അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. പ്രിയമുള്ള സഹോദരന്മാരെ, ഇവിടെ ഒരു നൂറെ ഹബീബെ എന്ന് മജ്ലിസ് നടത്തി വരാറുള്ള ആറ്റക്കോയ ഹാമിദ് തങ്ങൾ റസൂലുള്ളാന്റെ പേരക്കുട്ടിയാണെന്ന് പറഞ്ഞ് ഒരുപാട് ജനങ്ങളെ പറ്റിച്ച് ഒരുപാട് ആസ്തികൾ മുതലുകൾ ഉണ്ടാക്കിയ, ഒരുപാട് സ്ഥലങ്ങളുണ്ടാക്കിയ, ഒരുപാട് വിവാദത്തിൽപ്പെട്ട ഇദ്ദേഹത്തെ സ്വീകരിക്കുന്ന ജനങ്ങളെയാണ് പറയേണ്ടത്. ഇദ്ദേഹത്തിന്റെ ഒരു കോപ്രായം നിങ്ങൾ കണ്ടാൽ അതാണ് നിങ്ങൾ ആദ്യം കാണേണ്ടത്. അള്ളാഹു കബൂലാക്കട്ടെ. പാപ്പ ഈ കൊടിമരം മഹാനായ സയ്യിദ് അഹമ്മദ് ജലാലുദ്ദീൻ ബുഖാരി കാട്ടത്തുറ പാപ്പാന്റെ ഒരുപാട് വർഷത്തോളായ പാപ്പയുടെ ഒരു ബന്ധാണ്. അള്ളാഹു നിലനിർത്തി തരട്ടെ. അദ്ദേഹത്തെ ആ വാപ്പാന്റെ ദറജ അള്ളാഹു ഉയർത്തി കൊടുക്കട്ടെ. അപ്പോ ഇതിലിപ്പോ നിങ്ങൾ വന്ന് ആരാധിക്കുന്നില്ല കേട്ടോ, പറയുന്നത് ഒന്നും ചെയ്യരുത്, അതൊക്കെ തെറ്റന്നെയാണ്. എന്താ വെച്ചാൽ കൊടിമരാണ് നമുക്ക് എന്ത് പാപ്പാരെ ഒരു ബറക്കത്ത് മാത്രമേ നമുക്ക് എന്തുള്ളത്. ഇവിടെ ഒരു ദിവസം ആയിരക്കണക്കിന് ആളുകൾ വരും. അതുപോലെ തന്നെ ഇവിടെ മജ്ലിസ് വെച്ച് കഴിഞ്ഞാൽ ലക്ഷക്കണക്കിന് ആൾ അതും വരും. അതൊക്കെ ഇപ്പാപ്പമാരെ കറാമത്ത്, അല്ലാതെ നമുക്ക് കറാമത്ത് ഉണ്ടായിട്ടല്ല. നമുക്കൊന്നുമില്ല, നമുക്കൊന്നും മാണ്ടേനും. അള്ളാഹു എന്ത് ചെയ്യട്ടെ, ഒരു 5 വഖത്ത് നിസ്കരിച്ച് സന്തോഷത്തോടെ ജീവിക്കാല കൽബല്ല തെറ്റ്. അവരെ കറാമത്തൊന്നും മാണ്ട അള്ളാഹ് സന്തോഷത്തിലാക്കി. ബഹുമാനമുള്ളവരെ, ഇതാണ് ഇദ്ദേഹം ഈ കൊടിമരം എന്ന് പറഞ്ഞാൽ കൊടി കെട്ടുന്ന ഒരു സ്തംഭമാണ്, ഒരു മരമാണ്. നിങ്ങൾ ആദ്യം സലാം പറയുന്നതിന് മുമ്പ് നിങ്ങൾ കണ്ടല്ലോ, അത് ഹിന്ദു സമുദായത്തിൽപ്പെട്ട ഹിന്ദു ആചാരപ്രകാരം അവരുടെ കൊടിയാണ്. ആ കൊടിയെ പൂജിച്ചും കൊണ്ട് അതിനെ വിശ്വസിക്കുന്ന ഒരു അവസ്ഥയാണ്. ആ കൊടിമരത്തിൻ്റെതായിരിക്കുന്ന ഒരുപാട് പൂജ നടത്തി അതിനെ സ്ഥാപിക്കുന്നു. അത് അവരുടെ രീതിയാണ്. അതേ രീതിയാണ് നമ്മുടെ ഇസ്ലാമിന്റെ പേരിൽ നടത്തി വരാറുള്ള ഇത്തര വിവരക്കേടുള്ള ജനങ്ങൾ ചെയ്യുന്നത്. വിവരക്കേടുള്ളത് എന്ന് പറഞ്ഞാൽ ആ കൊടിമരത്തെ തക്ബീർ വിളിച്ചും കൊണ്ട് സ്ഥാപിക്കുന്നതും കണ്ടതാണ്. ഒരുപാട് സ്ഥലങ്ങളിൽ ഈ ഉറൂസിന്റെ പേരിൽ യാത്ര ഉത്സവം നടത്തുന്നവർ ഈ കൊടിയെ ആദരിച്ച് ബഹുമാനിച്ച് അതിന് എന്തെങ്കിലും ഒരു ഇസ്ലാമിന്റെ അടിസ്ഥാനമുണ്ടോ? ഒന്നും ഇല്ലാത്ത കാര്യമാണ്. ഉണ്ടെന്ന് ഇവർ പറഞ്ഞാൽ ഇവർക്ക് ഏത് കൊണ്ടാണ് കൊടുക്കേണ്ടത് എന്നും നമ്മൾ ചിന്തിക്കണം. ഉണ്ടെന്ന് കിതാബുകളെ കെട്ടുകൾ എടുത്തുകൊണ്ട് വിവരിക്കുന്നല്ലോ. ആ ഇമാമ് പറഞ്ഞു, ഈ ഇമാമ് പറഞ്ഞു എന്ന്. ഈ കൊടിയെ സംബന്ധിച്ച് കൊടി എന്ന് പറഞ്ഞാൽ ഒരു അടയാളം മാത്രമാണ്. എല്ലാം ഇബാദത്തുകളും അർപ്പിക്കേണ്ടത് അള്ളാഹുവിനാണ്. ഇദ്ദേഹം ചെയ്യുന്നതോ അവിടെ ദുആ ചെയ്തുകൊണ്ട് അതിനെ സ്ഥാപിച്ച് ദുആ ചെയ്തുകൊണ്ട് അവിടുത്തെ ഔലിയാന്റെ ബർക്കത്താണെന്ന് പറഞ്ഞ് പിന്നെ അവിടെ പുകയും ഇട്ട് എല്ലാം ചെയ്ത് അവസാനം അദ്ദേഹം ഒരു ഉരുണ്ടു കളിക്കുന്ന അവസ്ഥയും നിങ്ങൾ കേട്ടു. അതിനെ ആരാധിക്കുകയല്ല, നമ്മൾ ബഹുമാനിക്കേണ്ടതാണ്, ബർക്കത്തെടുക്കേണ്ടതാണ്. എന്തെങ്കിലും ഒരു വിവരമുണ്ടോ? ഇവൻ ആരാണ്? സുന്നിയാണെങ്കിൽ സുന്നിയുമല്ല, കള്ളസുന്നത്ത് ജമാഅത്തിൽപ്പെട്ടവനുമല്ല. പിന്നെ ഒറിജിനൽ സുന്നത്ത് ജമാഅത്ത് എന്ന് പറഞ്ഞാൽ സുന്നത്തും ഫറദും സുന്നത്തും എടുക്കുന്നവരെ പറ്റി ഒന്നും പറയാനില്ല. അല്ലാത്ത ചില കൂട്ടർ തലകെട്ട് കെട്ടിയും കൊണ്ട് സുന്നത്ത് ജമാഅത്തിന്റെ പേരിൽ ഒരുപാട് കോപ്രായങ്ങൾ ചെയ്യുന്നവർ ഉള്ളത്. അവർക്കും വേണ്ടിയാണ് ഞാൻ പറയുന്നത്. ഇത്തരവാദങ്ങളാണ് ഞാൻ വിശ്വസിക്കുന്ന, തെറ്റായി വിശ്വസിക്കുന്നവരെ ഒരുപാട് വിമർശനങ്ങൾ വരുന്ന ആ രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നവൻ അല്ല എന്ന് കാണിക്കാൻ വേണ്ടി അതിനെ ആരാധിക്കാൻ പാടില്ല എന്നും പറയുന്നു. ഇത് എന്തെങ്കിലും ആരാധിക്കാൻ പാടില്ല എന്ന് പറയുന്നതിനും തെളിവില്ല. ഇദ്ദേഹം ചെയ്തതായിരിക്കുന്ന ആ ദുആ ചെയ്തുകൊണ്ട് തുടങ്ങിവെച്ച കൊടിമരം എന്നുള്ള ആ ബർക്കത്തെടുക്കാൻ പറഞ്ഞ് അതിനും ഒരു തെളിവില്ല. ഒരു കാര്യവുമില്ലാത്ത പൊട്ടത്ര പൊയത്തങ്ങളാണ് ഇവൻ പറയുന്നത്. ഇവനാണ് നമ്മുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കുടുംബം എന്ന് പറയാൻ എന്താണ് അവകാശമുള്ളത്? ജനങ്ങളെ എത്രയാണ് തെറ്റിദ്ധരിപ്പിക്കുന്നതാണ്.
എത്രയാണ് അവരുടെ പണത്തെ വിഴുങ്ങുന്നത്, എത്രയാണ് സുഖത്തോടെ ഇവൻ ജീവിക്കുന്നത്, ഒരുപാട് പാവങ്ങളാണ് അവിടെ പെട്ടുപോയിട്ടുള്ളത് എന്നും കേൾക്കാറുണ്ട്. ഒരുപാട് പാവപ്പെട്ട കൂടുതൽ 90% സ്ത്രീകളാണ്. പിന്നെ ജോലിയില്ലാത്ത ചില തലക്കെട്ടുകാരും ഒരു വിവരമില്ലാത്ത നാട്ടുകാരും. അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. അസ്സലാമു അലൈക്കും. ബഹുമാനപ്പെട്ട പണ്ഡിത സമൂഹവും പ്രത്യേകിച്ച് മുസ്ലിം സ്ത്രീകളും അറിയാണ്ട് ഒരു പ്രത്യേക ഒരു കാര്യം പറയാനുണ്ട്. ഇപ്പോൾ ഞാൻ ഇങ്ങനെ ഈ വോയിസിൽ വരാൻ എന്താ കാരണം വെച്ചാൽ, ഞാൻ നേരിട്ട് കണ്ട ഒരുപാട് അനുഭവങ്ങൾ വെച്ചിട്ടാണ് ഞാൻ ഈ വോയിസിൽ വരുന്നത്. ഒരുപാട് പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും എല്ലാം വരുമ്പോൾ സ്വാഭാവികമായിട്ടും വിശ്വാസമുള്ള അവർ ആത്മീയ ചികിത്സ ചെയ്യുന്ന ആൾക്കാരുടെ അടുത്ത് എത്തിപ്പെടാറുണ്ട്. അങ്ങനെ എൻ്റെ ചുറ്റുവട്ടത്തും അയൽവക്കത്തും കുടുംബത്തിലുള്ളവരൊക്കെ ഇങ്ങനെ പോയി ഭയങ്കര സംഭവമാണ് എന്നൊക്കെ പറഞ്ഞപ്പം എനിക്കും ഒരു ആഗ്രഹം തോന്നി ഒന്ന് പോകാൻ, ഒന്ന് അറിയണമല്ലോ. ഞാൻ അവിടെ ചെന്നു. പിന്നെ തുടക്കത്തിൽ എനിക്കൊന്നും സംഭവിച്ചില്ല. പിന്നെ ചെല്ലുമ്പോൾ പൈസ വേണം, ഇത്ര പൈസ വേണം, ഇത്ര പൈസ വേണം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ചെറിയ രീതിയിൽ കുറച്ച് പൈസ ഒക്കെ അവിടെ കൊടുത്തു. ഒരുപാട് പരിഹാരം കാണിച്ചിട്ടുണ്ട്. ഇഷ്ടം പോലെ ജനങ്ങൾ അവിടെ ഉണ്ട്, കണ്ടമാണ്. പക്ഷേ ഈ ജനങ്ങളിൽ ഒരു 100 പേരുണ്ടെങ്കിൽ അതിൽ 99 ആൾക്കാർ സ്ത്രീകൾ മാത്രമാണ്. അതും പാവപ്പെട്ട കുടുംബത്തിലെ സ്ത്രീകളാണ്. അല്ലാതെ ഒരു സ്ത്രീകൾ അവിടെ ഞാൻ കണ്ടില്ല. പാവങ്ങൾ എന്നാൽ അടുത്ത വീട്ടിൽ ജോലിക്ക് പോകുന്നവരും മറ്റും അങ്ങനത്തെ സ്ത്രീകൾ മാത്രമേ അവിടെ ഉള്ളൂ. അന്നാണ് ജോലിക്ക് പോകുന്ന സ്ത്രീകളും മാത്രം. അങ്ങനെ അവിടെ കുറച്ചൊക്കെ പൈസ കൊടുത്ത് ഇവരെ എല്ലാവർക്കും പൈസ കൊടുത്തിട്ടാണ് അവിടെ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. മുത്തുനബിന്റെ പേരക്കുട്ടിയാണെന്ന് പറഞ്ഞിട്ടാണ് അവകാശപ്പെട്ടിട്ടാണ് അവരിതെല്ലാം ചെയ്തു കൊടുക്കുന്നത്. നമ്മളെല്ലാവരും ബഹുമാനിക്കേണ്ടത് തങ്ങളുടെ കുടുംബത്തിനെ നമ്മൾ ബഹുമാനിക്കേണ്ട അഹ്ലുൽ ബൈത്തുകളെ നമ്മൾ ബഹുമാനിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞാനും അവിടെ പോയത്. എനിക്കുണ്ടായ ഒരു അനുഭവം എന്ന് വെച്ചാൽ, നമ്മുടെ സഹോദരിമാർക്ക് ഇനി ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഇടപെടൽ ഞാൻ ചെയ്യുന്നത്. ഇപ്പം ഇത് പറയേണ്ട കാര്യം അതാണ്. ഇതെവിടെ പോയിട്ട് പരാതി കൊടുക്കാൻ പറ്റില്ല. ഇതൊന്നും എനിക്ക് ഒരു ഐഡിയ കിട്ടില്ല. ഒരുപാട് സ്ഥലത്ത് ഞാൻ പരാതി കൊടുത്തു. പക്ഷെ ആർക്കും നേരിട്ട് ചെന്നിട്ട് പരാതി എടുക്കാൻ പോലും പറ്റുന്നില്ല. സമസ്ത പോലും ഇതിലേക്ക് മുന്നിട്ട് ഇറങ്ങണില്ല എന്നാണ് എനിക്കറിയാൻ പറ്റിയത്. ഇതൊരു ചൂഷണം തന്നെയാണ്. പണത്തിന് വേണ്ടി മാത്രമല്ല, ഇസ്ലാമിനെ വിറ്റിട്ട് പണം ഉണ്ടാക്കുന്ന ഒരു ചൂഷണം. എൻ്റെ സഹോദരിമാരുടെ മാനം നഷ്ടപ്പെട്ടു പോകരുത് എന്നുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ വോയിസിൽ വരുന്നതും പ്രതികരിക്കുന്നതും. മണ്ണാർക്കാട് കൊടക്കാട് തങ്ങളുടെ വീട്ടിൽ നടക്കുന്നത് എന്താണെന്ന് ഞാൻ ചോദിച്ചൊരു വോയിസ് ഞാൻ അയച്ചു. തങ്ങൾ ചോദിച്ചതിനോട് ഇത് എന്താണ് ഇവിടെ നടക്കുന്നത് നിങ്ങൾ കണ്ടതെന്ന്. നിർദ്ധരായിട്ടുള്ള സ്ത്രീകളെ സംഘടിപ്പിച്ചുകൊണ്ടാണ് എല്ലാ പ്രവർത്തനങ്ങളും അവിടെ നടക്കുന്നത്. അവിടുത്തെ അഗ്നിമാരും മൊത്തം പാവപ്പെട്ട വീട്ടിലെ സ്ത്രീകളാണ്. അദ്ദേഹത്തിൻ്റെ അടുത്തുള്ള തങ്ങളെ അവകാശപ്പെടുന്ന ഒരാൾ നിന്ന് എനിക്കും അതുപോലെ ഒരുപാട് സ്ത്രീകൾക്കും ഒരുപാട് ദുരനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കാരണം മോശമായിട്ടുള്ള അനുഭവങ്ങളാണ്. സ്ത്രീകളെ കൂട്ടിക്കൊടുക്കാൻ വേണ്ടി അവകാശപ്പെടുന്ന ഒരു രീതിയാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. നേരിട്ട് അനുഭവങ്ങളുണ്ട്, തെളിവിൻ്റെ കയ്യിലുണ്ട്. രോഗം മാറിയെന്ന് അവകാശപ്പെടുന്നുണ്ട്, ജയിലിൽ പോയവർ തിരിച്ച് വന്നെന്ന് അവകാശപ്പെടുന്നുണ്ട്, കണ്ണ് കാണാത്തവർക്ക് കണ്ട് എന്ന് പറയുന്നുണ്ട്. പക്ഷേ അവരൊന്നും നമ്മൾ പബ്ലിക്കിൽ കണ്ടിട്ടില്ല. അതെന്തോ അവരാവട്ടെ, രോഗം മാറിയെന്നില്ല, മാറി അവർ സുഖമായിട്ട് നിന്നോട്ടെ, അതൊന്നും കുഴപ്പമില്ല. പക്ഷേ ഈ സ്ത്രീകളെ കൂട്ടി കൊടുക്കുന്ന ഒരു പരിപാടിയുണ്ട്. അതിൽ എല്ലാ തെളിവുകളും കയ്യിലുന്നുണ്ട്. സഹായം ചോദിച്ചു വരുന്ന സ്ത്രീകൾക്ക് ചൂഷണം ചെയ്ത് പറയിപ്പിക്കുന്നതാണ് എന്നാണ് പുറത്തുനിന്ന് അറിയുന്ന വിവരം. അത് ശരിയാണോ സത്യമാണോ എന്നൊന്നും എനിക്കറിയാൻ പറ്റില്ല. പക്ഷേ എനിക്ക് അനുഭവത്തിലൂടെ ഒരുപാട് കാര്യങ്ങൾ അവിടെ ഉണ്ടായിട്ടുണ്ട്. ഞാൻ കണ്ടെത്തിയിട്ടുണ്ട്, ഒരുപാട് കാര്യങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് പറയാം. ഇപ്പം എനിക്ക് ഒറ്റ കാര്യം പറയാനുള്ളൂ. മുസ്ലിം പെൺകുട്ടി സ്ത്രീകളോട്, പ്രിയപ്പെട്ട എൻ്റെ സഹോദരിമാരോട് സ്വയം ചിന്തിക്കുക. ഞാനടക്കം വഞ്ചനയിൽ പെട്ടുപോയി. സൂക്ഷിച്ച് കൈകാര്യം ചെയ്യുക കാര്യങ്ങൾ. സലാത്ത് ചൊല്ലിയാൽ നമുക്ക് ഫലമുണ്ട്. മുത്തുനബിൻ്റെ പേരിൽ സലാത്ത് ചൊല്ലിയാൽ നമുക്ക് ഒരുപാട് പ്രതിഫലമുണ്ട്. ഒക്കെ ശരിയാണ്. മുത്തുനബിൻ്റെ കുടുംബമായതുകൊണ്ട് വിശ്വസിച്ച് പോവുകയാണ് ഞാനടക്കമുള്ളവരും. കാരണം ഇതിൻ്റെ പിന്നിൽ സാമ്പത്തിക ചൂഷണം മാത്രമാണ്. മുസ്ലിം സമുദായ സംഘടനയോടും നേതാക്കന്മാരോടും എനിക്ക് പറയാനുള്ളത്, ഞാൻ പറഞ്ഞ കാര്യം ഒരു സംഘത്തെ വെച്ചുകൊണ്ട് അന്വേഷിക്കാൻ തയ്യാറാകുക. തെളിവുകൾ തരാൻ ഞാൻ തയ്യാറാണ്. ഞാൻ മലപ്പുറം തിരൂർ സ്വദേശിയാണ്. പ്രയാസത്തിൽ പെടുമ്പോൾ ഇതുപോലെയുള്ള ആത്മീയ നേതാക്കൾ വിശ്വസിച്ച് പോവുകയാണ്. ജനങ്ങൾ കാണുമ്പോൾ പുണ്യപ്രവൃത്തി നടത്തുന്ന ആളാണെന്ന് വരുത്തി തീർക്കാൻ വേണ്ടി ചില കാര്യങ്ങൾ ഇവർ ചെയ്യുന്നുമുണ്ട്. അതിൽ കോടികൾ സമ്പാദിക്കുന്ന തെളിവും എൻ്റെ കയ്യിലുണ്ട്. അന്വേഷിച്ചറിഞ്ഞപ്പോൾ വിവിധ രീതിയിലുള്ള തട്ടിപ്പുകൾ, സാമ്പത്തിക തട്ടിപ്പുകൾ നടത്തിയ വ്യക്തിയാണെന്നാണ് പലതരം വേഷം ഇയാൾ കെട്ടിയിട്ടുണ്ടെന്നാണ് അറിയുന്നത്. അതൊക്കെ അന്വേഷിച്ചവർ കണ്ടെത്തിക്കോട്ടെ, അത് എൻ്റെ അവകാശമല്ല. എനിക്ക് ഒറ്റ കാര്യം പറയാനുള്ളൂ. മുസ്ലിം സ്ത്രീകൾ സൂക്ഷിക്കണം. ചൂഷണത്തിനിരയാവും, അതിൽ യാതൊരു സംശയവുമില്ല. അവിടെ ചുറ്റുവട്ടത്ത് അവരെ ശിങ്കടികളെന്ന് അവകാശപ്പെട്ട് ഒരുപാട് പേരവിടെ അവരെ അഗ്നിമാരായിട്ട് കുറേ സ്ത്രീകളുണ്ട്. കുറേ